ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകം ഇന്ന് പറയാനുള്ളത് ഷാഫി പറമ്പിൽ എന്ന MP-യോടാണ്. ഒരു പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ MP എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായാണ് കേരളീയ ജനത മൊത്തമായിട്ട് കണ്ടത്. ഒരു പക്ഷേ എൻ്റെ മകൻ്റെ പ്രായമോ അതല്ലെങ്കിൽ എൻ്റെ ഒരു ഇളയ സഹോദരൻ്റെ പ്രായമോ ആയിട്ടുണ്ടാവുകയുള്ളൂ ഷാഫി പറമ്പിലിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട്, അതാണ് തിളക്കമാർന്ന വേറിട്ട പ്രവൃത്തി, അതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ജനശ്രദ്ധേയനാക്കി. കേരളത്തിൽ മാത്രമല്ല, ആലോചിച്ച് നോക്കൂ, ഒരു വടകര മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച MP എന്ന നിലക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുജനം അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. എന്തുകൊണ്ട്? ഗ്രൂപ്പിസമില്ലാതെ കോൺഗ്രസിനെ നയിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണത്. ആലോചിച്ച് നോക്കൂ, ഈ ഗ്രൂപ്പിസം കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വിനാശത്തിന് കാരണമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഷാഫി പറമ്പിലിനോട് വിനയപൂർവ്വം സ്നേഹപൂർവ്വം ഈ അഭ്യർത്ഥന നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ, ഒട്ടനേകം ആളുകൾ ഞാൻ VD സതീശൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ VD സതീശൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലോ പ്രത്യേകിച്ച് കോൺഗ്രസ്സിലോ ഒന്നും തന്നെ ഒരു പ്രവർത്തന മേഖലയിൽ ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ നിഷ്പക്ഷമായി ഈ രാഷ്ട്രീയ മണ്ഡലത്തെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലക്ക് എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വടകരയിൽ നിന്ന് ആലോചിച്ചു ശക്തിമത്തായ ഒരു ഇടതുപക്ഷ നേതാവിനോട് അറിഞ്ഞു നോക്കൂ, വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച് ഈ ഷാഫി പാർലമെൻറ്റിലെത്തിയത് യഥാർത്ഥത്തിൽ ആ ഷാഫിയുടെ വിനയാന്വിതമായ, ആ ഷാഫിയുടെ വ്യക്തിപരമായ ശുദ്ധി കൊണ്ടാണ്, ആ വ്യക്തിപരമായ പെരുമാറ്റമാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു പ്രവാചക വചനം. ആലോചിച്ച് നോക്കൂ, ഓ ഇന്നക്കലാല ഹുറുക്കിൻ ഹദീം. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്, അങ്ങയുടെ സ്വഭാവം മഹത്തുറ്റതാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ദലഹും വലോ കുന്ത ഫല്ലൻ ഒലീനൽ കൽബോ ലം ഫല്ലു മിൻ ഹൗലിക്ക്. നോക്കണം, അങ്ങ് ഒരു പരുഷ സ്വഭാവക്കാരനായിരുന്നു എങ്കിൽ, അഥവാ അങ്ങ് ഒരു കഠിന സ്വഭാവക്കാരനായിരുന്നു എങ്കിൽ, ഒരു മോശ സ്വഭാവക്കാരനായിരുന്നു എങ്കിൽ അങ്ങയെ വിട്ട് ആളുകൾ അകന്നു പോകും എന്ന് പറഞ്ഞാൽ ഈ ആദർശ പ്രസ്ഥാനം ലോകം മുഴുവനും ഉയർന്നു വരുമായിരുന്നില്ല. അള്ളാഹു അത് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നത് കാണാം. ഞാൻ അതുപോലെയാണ് ഷാഫി എന്നല്ല പറഞ്ഞത്. ആ പ്രവാചകൻ്റെ സൽസ്വഭാവം നമ്മൾ പറയാറുണ്ട് സാധാരണ, നിങ്ങൾക്ക് കൊടുത്ത് ഒരാളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ നിങ്ങളുടെ ഒരു സൗമ്യഭാവം ആലോചിച്ച് നോക്കൂ, അതിന് മതിയാകും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിസം കടന്നു വരുന്നതോടെ തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ സങ്കുചിതത്വം നിറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അറിഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ, അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അതൊരിക്കലും സത്യമാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഷാഫിയെ പോലെയുള്ള ആ യുവ പ്രതിഭകൾ വരും കാലത്തെങ്കിലും ഈ കേരളീയർക്ക്, ഈ ഭാരതത്തിന് വെളിച്ചമേകാൻ തക്ക പ്രാപ്തി, കഴിവുള്ള, വിവരമുള്ള, ആർജവമുള്ള അത്തരത്തിലുള്ള വ്യക്തികൾ, പരിശുദ്ധിയുള്ള ആ വ്യക്തിത്വങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പറയുന്ന KC-യോടൊപ്പം, എന്നെ ഒട്ടനേകം KC-യുടെ ആളുകൾ വിളിച്ച് തെറി പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, രമേശ് ചെന്നിത്തലയുടെ ആളുകൾ വിളിച്ച് തെറി പറയുന്നുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ അധികാര കസേരയെക്കുറിച്ച് തർക്കം തീർന്നിട്ടില്ല കേരളത്തിൽ. ആഴ്ചകൾ പിന്നിട്ടിട്ടും ജനങ്ങൾ കൊടുത്ത ആ സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തി ആലോചിച്ച് നോക്ക്, വിജയിച്ച് വന്നതിനു ശേഷം അവരുടെ സേവകന്മാരായി മുന്നോട്ട് പോകാൻ തികച്ചും കഴിയാതെ വന്നിരിക്കുന്നു ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്. വെറും ദുശ്ശാഠ്യപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ആലോചിച്ച് നോക്കൂ, അങ്ങ് ഡൽഹിയിൽ ഒരു ഉന്നത പദവിയിലാണ് ഈ പറയുന്ന KC വേണുഗോപാൽ ഇരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറിയാണ്. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഒരു MP-യാണ്. ആലോചിച്ച് നോക്കൂ, ഈ MP-ക്ക് എന്തൊരു കാര്യത്താലാണ് ഇവിടുത്തെ ജനകീയ തുടിപ്പുകളെ മറന്നുകൊണ്ട്, നോക്കൂ, ഇവിടുത്തെ ഓരോ വ്യക്തികളുടെയും ജനത്തുടിപ്പ് മനസ്സിലാക്കി അല്ലേ ആണ് VD സതീശൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഈ UDF ടീമിന് ഇത്രയേറെ ഭൂരിപക്ഷം നൽകിയത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ഈ പറയുന്ന UDF-ന് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയേറെ സീറ്റുകൾ നൽകിയത് എന്ന് ചോദിച്ചാൽ
ഭരണരോഷത്തിനപ്പുറം ആലോചിച്ച് നോക്കൂ, ഈ ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ജനസമിതി ഒരിക്കലും മോശമായ രീതിയിൽ സങ്കുചിതത്വം ആ ജനസമിതിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ പരാജയമാണ് ഭിന്നിപ്പ്. അതാണ് ആ ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടല്ലോ, ഞാൻ തന്നെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടനായാലും ആലോചിച്ച് നോക്കൂ, AK ആൻ്റണി ആയാലും രമേശ് ചെന്നിത്തലയായാലും അല്ലേ, VD സതീശനായാലും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രതിഭകൾ തന്നെയാണ്. ആലോചിച്ചു. പക്ഷേ ഞാനത് നിഷ്പക്ഷമായി വിലയിരുത്തുന്നു എന്ന കാരണത്താൽ ഓരോരുത്തരുടെയും അനുഭാവികളും അനുയായികളും പ്രവർത്തകരും എനിക്കെതിരെ വളരെ മോശമായ കമൻറ്റുകളിലൂടെ ആലോചിച്ച് നോക്കും, വളരെ സംസ്കാരശൂന്യമായി എനിക്ക് തോന്നുന്നു BJP ഫാസിസ്റ്റ് കക്ഷികൾ പോലും ഒരിക്കലും പറയാത്തതും പ്രതികരിക്കാത്തതുമായ രീതിയിൽ നിന്നെ ശരിയാക്കി തരടാ, നിന്നെ വീട്ടിൽ വന്ന് ശരിയാക്കുന്നുണ്ടടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നിഷ്പക്ഷമായി വീഡിയോ ചെയ്തതിന് ഈ പറയുന്ന കോൺഗ്രസ്സുകാരാലായിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പുകാരാലായിരിക്കും ഇത്രയേറെ തരം താഴ്ന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പം ഞാൻ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്, ഒരിക്കലും എനിക്ക് പറയാനുള്ളത് ഷാഫി പറമ്പിലിനോടാണ്. ആലോചിച്ച് നോക്കൂ, താങ്കൾ ഒരു വലിയ ജനസമിതി ആർജിച്ച് MP ആയി മാറിയിട്ടുള്ള ആളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഥവാ ജനകീയ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നതാണ് ഒരു MLA ആയാലും MP ആയാലും മന്ത്രിയായാലും ഒക്കെ അയാളുടെ കഴിവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലാണ് ഓരോ വ്യക്തികളുടെയും കഴിവിരിക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 48 മണിക്കൂറിൻ്റെ അകം പരിഹരിച്ചു തീരേണ്ട ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, സമൂഹത്തിന് മുമ്പിൽ അങ്ങേയറ്റം വിസർജ്യം മണപ്പിക്കുമാർ ഈ കേരള നേതാക്കൾ എത്തിച്ചു എന്നത് വടക്കേ ഇന്ത്യൻ നേതാക്കൾക്ക് ഇവിടുത്തെ കേരളീയ സ്ഥിതി അറിയില്ല. ഇപ്പോൾ ഞാൻ കേൾക്കുന്നു KCയോടൊപ്പം ആദ്യഘട്ടത്തിൽ നിന്നത് രാഹുൽ ഗാന്ധിയാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞുകൂടാ. പിന്നീട് ഈ ഷാഫി പറമ്പിലും ഈ പറയുന്ന വിഘടിത ഭാവത്തോടൊപ്പം KCയോടൊപ്പം നിന്നു എന്നറിയുന്നു. ഇപ്പോൾ ആന്റണിയുടെ കോർട്ടിലാണത്ര പന്തുള്ളത്. ആന്റണിക്കാവട്ടെ താല്പര്യം രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുന്നതാണ് എന്നും പറഞ്ഞു കേൾക്കുന്നു. ആലോചിച്ച് നോക്കൂ, സ്വന്തം മകനെ പോലും നേരെ ചൊവ്വെ കൊണ്ടു നടക്കാൻ നമുക്കൊക്കെ അറിയാം. നല്ല കാലത്ത് ആരോഗ്യകാലത്ത് ഇപ്പോഴാണ് അവശനായത് ആന്റണി. ഈ അവശാവസ്ഥക്ക് മുമ്പ് തന്നെ സ്വന്തം മകനെ തൻ്റെ ആദർശ പ്രസ്ഥാനമായ കോൺഗ്രസിനകത്ത് ഒരു എന്താ പറയുക ഒരു നല്ല പ്രവർത്തകനായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത ഒരു ആന്റണി. ആലോചിച്ച് നോക്കൂ, ആ ആന്റണിയെയാണ് യഥാർത്ഥത്തിൽ ഈ അവശ കാലഘട്ടത്തിൽ പൊതുജനത്തെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നന്നാക്കാൻ ചുമതലപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ വിഷയം അതല്ല. എനിക്ക് പറയാനുള്ളത് ഈ ഷാഫി പറമ്പിലിനോടാണ്. താങ്കളിൽ ആളുകൾ പ്രതീക്ഷ കാണുന്നുണ്ട്. ആലോചിച്ച് നോക്കൂ, ആന്റണിയെപ്പോലെയോ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള നരസിംഹറാവുവിനെ പോലെയോ അതല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള കേരളത്തിലെ മറ്റു നേതാക്കളെ പോലെയോ സുധാകരനെ പോലെയോ ഒന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തെ പോലെയോ അതുപോലെയുള്ള സിദ്ദീഖിനെ പോലെയോ അങ്ങനെയുള്ള ആളുകളെ പോലെയല്ല മിസ്റ്റർ ഷാഫി താങ്കളെ ആളുകൾ നോക്കിക്കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, താങ്കളിൽ ഒരു വ്യക്തിത്വം കാണുന്നു, ഒരു നീതിയുടെ പട്ടം, ഒരു സത്യത്തിൻ്റെ പട്ടം, ഒരു സൗമ്യതയുടെ പട്ടം. ഇത് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള താങ്കൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു പട്ടത്തിന് വേണ്ടി കൊടിപിടിക്കേണ്ട ആളല്ല താങ്കൾ. അതുകൊണ്ടാണ് താങ്കൾ KCക്കൊപ്പമാണെന്ന് അറിയാൻ കഴിയുന്നു. പത്രവാർത്തകളിൽ നിന്നും മീഡിയയിൽ നിന്നും പറയുന്നത് കേട്ടതിനനുസരിച്ച് സത്യമാണെങ്കിൽ ഞാൻ ഈ കേൾക്കുന്നത് അത് സത്യമാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തു തന്നെയായാലും ഈ ഫാസിസം ഇന്ത്യയിലാകെ പിടിമുറുക്കി, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തെ വിഴുങ്ങത്തക്ക രീതിയിൽ ആലോചിച്ച് നോക്കൂ, ഒരു മാന്യതയും ഈ ന്യൂനപക്ഷ സമുദായത്തിന് ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുക മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടി ചെയ്യുന്നത്. അവർ ചെയ്യാൻ പോകുന്നത് പരസ്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അവർ എന്തു പറയുന്നതും ചെയ്യുന്നതും മുസ്ലിം സമുദായത്തോടുള്ള വെല്ലുവിളി, അവരോടുള്ള വിദ്വേഷ പ്രചരണം ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഭാഗമായി രാജ്യം ഇന്ന് അരാജകത്വത്തിൽ എത്തി നിൽക്കുന്നു. സ്വന്തം വീട്ടിൽ പച്ചവെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പോലും സ്വസ്ഥതയും സ്വൈര്യതയും ഇല്ലാത്തവണ്ണം രാജ്യത്ത് മതവിദ്വേഷം വളരുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പൂർവാധികം ശക്തി പ്രാപിക്കേണ്ടതിന് പകരം ആ പ്രസ്ഥാനങ്ങളെ ക്ഷയിപ്പിക്കുമാറുള്ള ഗ്രൂപ്പിസവുമായി
പണ്ടു തന്നെ കാലാരണപ്പെട്ട് എഴുതി തള്ളിയ ആ ആദർശ വിരുദ്ധ നോക്കൂ ആ ഗ്രൂപ്പിസത്തെ വീണ്ടും ഈ സംഘടന നെഞ്ചേറ്റിയിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഏതൊരു ആത്മാർത്ഥതയുള്ളവനും ആലോചിച്ച് നോക്കൂ, ഏതൊരു മനുഷ്യനും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുകയല്ല, മറിച്ച് ഞാനും ഈ രാജ്യത്തിൻ്റെ ഒരു പൗരനാണ്. ഞാനും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്ത അഥവാ UDFന് വോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് തകർന്നു കാണാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് തകർന്നാൽ പകരം ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഇടതുപക്ഷത്തിന് ഇനി ആലോചിച്ച് നോക്കൂ, നട്ടെല്ലുയർത്തി നിൽക്കാൻ തക്ക അവസ്ഥ കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും ഇല്ലാതായിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ശക്തിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രപൂർവ്വമുള്ള ഐക്യപ്പെടലുകളെ ഘടകകക്ഷികളുമായുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ, ആ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട മഹത്തുറ്റ നേതൃത്വത്തിൻ്റെ കൈകൾ ഇത്തരത്തിൽ ചളി പുരളരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. പ്രിയ ഷാഫി പറമ്പിൽ, താങ്കൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിസം കളിക്കരുത്, അങ്ങനെ കേൾക്കുന്ന വാർത്ത സത്യമാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.